ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ് ഓയിലി സ്കിൻ എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ബ്ലെസ്സിങ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയോ? പെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓയിലി സ്കിൻ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കിൻ ആണെന്ന് ഞാൻ പറയും. എന്താണ് ഓയിലി സ്കിൻ? ഓയിലി സ്കിന്നിൻ്റെ ഗുണങ്ങൾ എന്താണ്? ദോഷങ്ങൾ എന്താണ്? ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ എന്താണ്? ഓയിലി സ്കിൻ എത്ര ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൽ നിന്നും ഈ പറയുന്ന ഓയിൽ, സീബം, വിയർപ്പ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത് സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. യൂഷ്വലി 13 to 14 ഇയേഴ്സ്, അതായത് പ്യൂബർട്ടി, ടീനേജ് സമയത്ത് നമ്മൾ മെച്യൂർ ആവുന്ന സമയത്ത്, നമ്മുടെ സ്കിന്ന് മെച്യൂർ ആവുന്ന സമയത്താണ് യൂഷ്വലി ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാവാൻ സാധ്യതയുള്ളത്. നമുക്ക് പാരമ്പര്യമായിട്ടും, അതായത് ജനറ്റിക്കലി നമുക്ക് പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഈ പറയുന്ന പോലെ ഓയിലി സ്കിൻ ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ഓയിൽ അല്ലെങ്കിൽ സീബം പ്രൊഡക്ഷൻ എന്തിനാണ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിനെ പ്ലംപി ആയിട്ടും മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓയിൽ പ്രൊഡക്ഷൻ ബോഡി ചെയ്യുന്നത്. പക്ഷെ അത് എക്സസ് ആവുന്ന സമയത്താണ്, കൂടുതലാവുന്ന സമയത്താണ് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഓയിലി സ്കിന്നിൻ്റെ ഒരു നല്ല വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൻ ഏജ് ആവുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്കിൻ ഒരു 30+ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഡ്രൈനെസ്സിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അപ്പം ഓയിലി സ്കിൻ ടൈപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ സീബം അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറയാനാണ് സാധ്യത കമ്പയർഡ് ടു ബാക്കിയുള്ള സ്കിൻ ടൈപ്സ്. ഈ സ്കിൻ ടൈപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ്? യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് കൂടുതൽ ആളുകൾക്ക് മുഖക്കുരു ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് മുഖക്കുരുവിലേക്ക് ഇത് മാറുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കൂടുതലായിട്ടും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് മുഖക്കുരുവാണ്. പക്ഷേ നമ്മളൊരു നല്ല സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഹെൽത്തി സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓയിലി സ്കിന്നിൽ വരുന്ന മുഖക്കുരുവിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് വൈകാതെ കാണാം. ഇപ്പോൾ നമുക്ക് ഓയിലി സ്കിൻ കെയർ റുട്ടീനിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ്. ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെപ്പോഴും വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആയിരിക്കണമെന്ന് ഉറപ്പാക്കണം. ഒരുപാട് തവണ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യരുത്. ഈ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വല്ലാതെ ഓയിലിനെസ് ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ തവണ മുഖം കഴുകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. 2 തവണയിൽ കൂടുതൽ നിങ്ങൾ മുഖം കഴുകാൻ പാടില്ല. രണ്ടാമതായിട്ട് നമ്മളൊരു ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ ഫോം ബേസ്ഡ് ക്ലെൻസേഴ്സ് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യണം. കാരണം ഈ പറയുന്ന ഫോം ബേസ്ഡ്, അതായത് നമ്മൾ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പദരൂപത്തിൽ വരുന്ന ഫേസ് വാഷസ് അല്ലെങ്കിൽ ക്ലെൻസസ് ആണ് ഫോം ബേസ്ഡ്. വളരെ മൈൽഡ് ആയിരിക്കും. നിങ്ങളുടെ സ്കിന്നിലെ കംപ്ലീറ്റ് ഓയിൽ റിപ്പ് ഓഫ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നമ്മൾ എപ്പോഴും എക്സസ് ആയിട്ട് മുഖം കഴുകുമ്പോഴോ എക്സസ് ആയിട്ട് ഈ പറയുന്ന ക്ലെൻസേഴ്സ്, ക്രീമി ക്ലെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ആവശ്യമായിട്ടുള്ള ഓയിൽ പോലും ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴുകി കളഞ്ഞിട്ട് വല്ലാതെ ഡ്രൈ ആക്കിയിട്ട് നമ്മുടെ സ്കിൻ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സമയത്ത് മുഖക്കുരുവും ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ മുഖക്കുരു ഓൾറെഡി ഉണ്ട് എന്നുള്ള കേസാണെങ്കിൽ നിങ്ങളൊരു AHA ബേസ്ഡ് അല്ലെങ്കിൽ BHA ബേസ്ഡ്, AHA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് ആണ്. അതായത് ഗ്ലൈക്കോളിക് ആസിഡ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഷുഗർ കെയിൻ, അതായത് കരിമ്പിൽ നിന്ന് എടുക്കുന്ന ഒരു തരം ആസിഡാണ് ഈ പറയുന്ന ഗ്ലൈക്കോളിക് ആസിഡ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലെൻസേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. BHA ക്ലെൻസർ, അതായത് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്, സാലിസിലിക് ആസിഡ് ഒക്കെ ഉദാഹരണത്തിന് നമുക്ക് പറയാം. അത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറുമായിട്ട് സംസാരിക്കേണ്ടതാണ്. പക്ഷേ AHA എന്ന് പറഞ്ഞിട്ടുള്ള ക്ലെൻസേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം
നിങ്ങൾക്ക് എപ്പോഴും മുഖക്കുരു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് സീറം, അതായത് നിങ്ങൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ ഹൈലുറോണിക് ആസിഡ് പോലുള്ള സീറംസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഈ പറയുന്ന സീറം അപ്ലൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് മോയ്സ്ചറൈസിങ് ആണ്. അപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസിങ് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ഈവൻ ഓയിലി സ്കിൻ ആണെങ്കിലും നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം. നമ്മൾ ഓരോ ഫേസ് വാഷിങ്ങിൻ്റെയും ക്ലെൻസിങ്ങിൻ്റെയും സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഓയിൽ പോലും സിബം പോലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കളയുകയാണ്. ആ സമയത്ത് സ്കിന്ന് വല്ലാതെ ഡ്രൈ ആവും. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. ഈ പറയുന്ന മോയ്സ്ചറൈസർ ഏത് മോയ്സ്ചറൈസർ ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ ഫാക്ടേഴ്സ് നമുക്ക് ഈ പറയുന്ന പോലെ മുഖക്കുരു ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളതാണ്. നമ്മൾ പിക്ക് ചെയ്യുന്ന മോയ്സ്ചറൈസർ എപ്പോഴും ഒരു ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. പിന്നെ ഇത് നോൺ കൊമെഡോജനിക് ആയിരിക്കണം. നോൺ കൊമെഡോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖക്കുരു വരാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന പ്രോഡക്റ്റിൽ നോൺ കൊമെഡോജനിക് എന്ന് എഴുതിയിരിക്കണം. ഒരിക്കലും ഒരു ഓയിൽ ബേസ്ഡ് അല്ലെങ്കിൽ ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നാലാമത്തെ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു കാര്യം സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ എപ്പോഴും 30+ ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ് ടു 50+ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഓയിലി സ്കിൻ ടൈപ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പറഞ്ഞ പോലെ നോൺ കൊമെഡോജനിക് ആയിരിക്കണം. പുറത്ത് തന്നെ വർക്കുള്ള അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് റെക്കമെൻഡഡ് കാര്യം. ഈ പറയുന്ന സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൽ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിന്നുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും.